السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين. ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്ര വിവരണത്തിന്റെ ഭാഗമായി ഗസ്വത്തു ഹുനൈൻ അഥവാ ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ അവസരത്തിലൂടെ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നാം ഏവരും മനസ്സിലാക്കിയതുപോലെ ഹിജറ 8-ാമത്തെ വർഷം മക്കം ഫത്ഹ് അഥവാ മക്ക വിജയം ഉണ്ടായി എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കി. മക്ക വിജയിച്ചടക്കിയതോടുകൂടി ഇസ്ലാമിലേക്ക് ധാരാളക്കണക്കിന് ആളുകൾ കീഴ്പ്പെടുകയും കൂട്ടം കൂട്ടമായി ഇസ്ലാമിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അതോടുകൂടി വിഗ്രഹ മതത്തിന്റെ പതാക നിലംപതിക്കുകയാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം. എന്നാൽ അപ്പോഴും ഹവാസിൻ, സഖീഫ് എന്നീ ഗോത്രക്കാർ അവരുടെ പഴയ വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുകയായിരുന്നു. രണ്ട് പ്രബല ഗോത്രങ്ങളായിരുന്നു ഹവാസിൻ എന്ന് പറയുന്ന ഗോത്രവും സഖീഫ് എന്ന് പറയുന്ന ഗോത്രവും. ഈ രണ്ട് വിഭാഗവും അവരുടേതായ അവിശ്വാസത്തിൽ, ശിർക്കിൽ തന്നെ നിലകൊണ്ടു എന്ന് മാത്രമല്ല, അവരുടെ ദുരഭിമാനം പോയില്ല. അവർക്ക് ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും രോഷം കൂടുകയാണ് ചെയ്തത്. മാത്രമല്ല, അവർ തീരുമാനിച്ചു മുഹമ്മദിന്റെ അടുത്ത പടയൊടുക്കം ഇങ്ങോട്ടായിരിക്കും, തായിഫും ഹുനൈനുമൊക്കെ അടങ്ങുന്ന പ്രദേശത്തേക്കായിരിക്കും. അതുകൊണ്ട് ഒരു യുദ്ധത്തിന് അവർ ഇങ്ങോട്ട് വരുന്നതിന്റെ മുമ്പേ അങ്ങോട്ട് യുദ്ധം ചെയ്യണം എന്ന് തീരുമാനിച്ചു. മുമ്പേ അതിനു വേണ്ട രൂപത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളുമൊക്കെ ഹവാസിൻ ഗോത്രക്കാര് ഒരുക്കിയിരുന്നു. അവർക്ക് അതിന് സഹായമായിക്കൊണ്ട് ഗത്ഫാൻ പോലെയുള്ള വേറെ ചില ഗോത്രങ്ങളും അവരുടെ കൂടെ സഹകരിച്ചിരുന്നു. അങ്ങനെ ചുരുക്കി പറയട്ടെ, സർവ്വ തയ്യാറെടുപ്പുകളോടും കൂടി ഹവാസിൻ സേന
ഒരു യുദ്ധത്തിന് വേണ്ടി ശക്തമായ നിലക്ക് തന്നെ പടയൊരുക്കം നടത്തുകയാണ്. മറ്റു യുദ്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശത്രുക്കൾ ഈ യുദ്ധത്തിൽ മറ്റൊരു തന്ത്രം കൂടി സ്വീകരിക്കുകയാണ്. എല്ലാവരെയും യുദ്ധത്തിന് കൊണ്ടുവരുന്ന തന്ത്രം. അതായത് അവരുടെ പുരുഷന്മാര് മാത്രമല്ല, അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ സമ്പത്തിന്റെ സ്രോതസ്സായി അറിയപ്പെടുന്ന അവരുടെ ആടുമാടൊട്ടകങ്ങളെയും കുതിരകളെയും എല്ലാത്തിനെയും കൊണ്ടാണ് യുദ്ധരംഗത്തേക്ക് അവര് വന്നത്. അതിലൊരു തന്ത്രമുണ്ടായിരുന്നു. ഈ യുദ്ധത്തിന്റെ നായകനായിരുന്ന മാലിക് ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അന്ന് ശത്രുനിരയിലായിരുന്ന മാലിക് ബിൻ ഔഫ് ആണെന്ന് അവരുടെ നേതാവ്. അയാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു തന്ത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആരും പിന്നെ ഒളിച്ചോടൂല. തങ്ങളുടെ പിന്നിൽ നിർത്തിയിരിക്കുന്ന തങ്ങളുടെ ഭാര്യമാര്, കുട്ടികള്, സ്വത്ത്, ആടുമാട്, ഒട്ടകങ്ങള്, കുതിരകള് എല്ലാം ഉണ്ടായിട്ട് അതൊക്കെ വിട്ടേച്ചുകൊണ്ട് ഓടിപ്പോകാൻ ആർക്കും ധൈര്യം വരൂല. എല്ലാവരും ഉറച്ചു നിന്നോളും യുദ്ധത്തിൽ. അതുകൊണ്ട് നമുക്ക് തന്നെയായിരിക്കും വിജയമെന്ന് മാലിക് ബിൻ ഔഫ് എന്ന നേതാവ് പറഞ്ഞപ്പോൾ അവരുടെ പട്ടാളക്കാരിൽപ്പെട്ട ദുറൈദ് എന്ന് പറയുന്ന പട്ടാളക്കാരൻ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, മാലിക്കേ, നിങ്ങൾ ഈ പറയുന്നതൊന്നും അത്ര ശരിയല്ല. യുദ്ധരംഗത്ത് നിന്ന് ഒരാൾ തിരിഞ്ഞോടാൻ വിചാരിച്ചാ പിന്നെ അവന്റെ കുട്ടികളും മക്കളും ഒക്കെ ഉണ്ടായാലും തിരിഞ്ഞോടും. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നല്ല സൈന്യവും പട്ടാളവുമായി കൊണ്ട് തന്നെ പോയാൽ മതി, ഇവരെയൊന്നും കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ നായകന്മാരുടെ കൂട്ടത്തിൽ സ്വാധീനമുണ്ടായിരുന്ന മാലിക് ബിൻ ഔഫിന്റെ തീരുമാനമാണ് അംഗീകരിക്കപ്പെട്ടത്. അങ്ങനെ മുമ്പൊരിക്കലുമില്ലാത്തത്ര ശക്തമായ ഒരു പടയെടുപ്പ് അവരുടെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ആടുകളും ഒട്ടകങ്ങളും മാടുകളും കുതിരകളും എല്ലാത്തിനെയും വഹിച്ചുകൊണ്ടുള്ള 10-20,000 വരുന്ന ഒരു സേന, അതാണ് അവർ രൂപീകരിച്ചത്. ശക്തമായ നിലക്കുള്ള മുന്നേറ്റം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ പടപ്പുറപ്പാടിന്റെ വിവരമറിഞ്ഞു. ശവ്വാൽ ആദ്യവാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറപ്പെട്ടു. മക്ക ജയിച്ചടക്കുന്നത് റമദാനിലാണെന്ന് നമുക്കറിയാം. അതിന്റെ ശേഷം കുറച്ചു ദിവസമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും അവിടെ തങ്ങിയിട്ടുള്ളൂ. ശേഷം ഈ പടപ്പുറപ്പാട് അറിഞ്ഞപ്പോൾ ശവ്വാൽ ആദ്യവാരത്തിൽ തന്നെ മക്കയിൽ പതിവ് പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ പ്രവർത്തിച്ചിരുന്ന നാട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ അവിടെ പകരം ഒരു ഖലീഫയെ, പ്രതിനിധിയെ നിശ്ചയിക്കാറുണ്ട്. ഇതാബ് ബിൻ ഉസൈദ് റളിയല്ലാഹു തആല അൻഹുവിനെ മക്കയിൽ തന്റെ പ്രതിനിധിയായി നിശ്ചയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പുറപ്പെട്ടു. പതിവിന് വിപരീതമായി കൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒരു സൈന്യമായിരുന്നു ഹുനൈൻ യുദ്ധത്തിന് പുറപ്പെട്ടത്. അഥവാ മദീനയിൽ നിന്ന് മക്ക ജയിച്ചടക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ 10,000-ഓളം സഹാബികൾ അന്ന് കൂടെയുണ്ടായിരുന്നു. അവർക്ക് പുറമെ മക്ക ജയിച്ചടക്കിയതിന്റെ ശേഷം ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി. അങ്ങനെയുള്ള പുതുവിശ്വാസികളും മുശ്രിക്കുകളാണെങ്കിൽ തന്നെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ഒരൽപ്പം സ്നേഹത്തിലും സഹകരണത്തിലും നിന്നിരുന്ന ഏതാനും അമുസ്ലിമീങ്ങളും അടക്കമുള്ള 12,000-ഓളം വരുന്ന സേനാ സംഖ്യയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയാണ്. ഹുനൈൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഹുനൈൻ എന്ന പ്രദേശം മക്കയുടെയും ത്വായിഫിന്റെയും ഇടക്കുള്ള പ്രദേശമാണ്. മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് ഏതാണ്ട് 90 കിലോമീറ്ററോളമാണ് ഇന്നുള്ളത്. അതിന്റെ ഇടക്കുള്ള പ്രദേശമാണ് ഹുനൈൻ. ആ ഹുനൈൻ എന്ന് പറയുന്ന താഴ്വരയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. അപ്പൊ മദീനയിൽ നിന്ന് മക്കയിലേക്ക് കൂടെ വന്നിരുന്ന 10,000-ഓളം ആളുകളും പിന്നീട് മക്കയിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതുവിശ്വാസികൾ അടങ്ങുന്ന 2,000-ഓളം വരുന്ന ആളുകളും അടക്കം 12,000-ഓളം വരുന്ന സേനാ അംഗങ്ങളുമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പുറപ്പെടുന്നത്. അങ്ങനെ ശത്രുസേനയുടെ വിവരങ്ങൾ മണത്തറിയാനും അത് മനസ്സിലാക്കുവാനും വേണ്ടി ചാരസംഘത്തിന്റെ നേതാവായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ പറഞ്ഞയക്കുകയാണ്. ഒരു പട്ടാളക്കാരൻ അവരുടെ കേന്ദ്രങ്ങളിൽ പോയി വിവരങ്ങളൊക്കെ അറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, വമ്പിച്ച പട്ടാളമാണ്, വമ്പിച്ച സൈന്യമാണ്, ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ സൈന്യമാണ്. ആടുകളുണ്ട്, മാടുകളുണ്ട്, കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, അവരുടെ സർവ്വ സമ്പത്തും കൊണ്ടുവന്നിട്ടുണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളുണ്ട്. പതിവിന് വിപരീതമായി എല്ലാം അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വരവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രതികരണം, വരട്ടെ, തിൽക ഗനീമത്തുൽ മുസ്ലിമീന ഗദൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അതൊക്കെ നാളെ മുസ്ലിമീങ്ങൾക്കുള്ള ഗനീമത്താണ്, അതൊക്കെ നാളെ മുസ്ലിമീങ്ങൾക്കുള്ള ഗനീമത്തായിരിക്കും. എത്ര സമ്പത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ടോ നല്ലത് തന്നെ, ഒക്കെ നമുക്ക് കിട്ടാനുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചു.
അങ്ങനെ ഈ യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹുനൈനിലേക്ക് പോകുന്ന യാത്രാ മധ്യേ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി. അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ചില ആളുകൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സംഘത്തിൽ തൗഹീദ് അങ്ങനെ ഉറച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ അങ്ങോട്ട് കടന്നു വന്ന ആളുകളുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് അധികമൊന്നും പഠിച്ചിട്ടില്ലാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം മനസ്സിൽ ഉറച്ചിട്ടില്ലാത്ത പുതുമുസ്ലിമീങ്ങളുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെടുന്ന കുറെ ആളുകളും വരെ കൂട്ടത്തിലുണ്ടല്ലോ. അങ്ങനെ ഈ 10-12,000 ആളുകൾ ഇങ്ങനെ ഹുനൈനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ വഴിക്ക് വെച്ച് ആളുകൾ കാണുകയാണ് ഒരു മരം, ഒരു വൃക്ഷം കാണുകയാണ്. എന്താണ് ആ വൃക്ഷത്തിന്റെ പ്രത്യേകത? അവർക്കറിയാൻ നന്നായി ആ വൃക്ഷം അറിയപ്പെടുന്നത് ദാത്തു അൻവാത്ത് എന്ന പേരിലാണ്. എന്താണ് ദാത്തു അൻവാത്ത് എന്ന മരത്തിന്റെ പ്രത്യേകത? മുശ്രിക്കുകൾ അവരുടെ വാളുകൾ തൂക്കിയിട്ടിരുന്ന ഒരു വൃക്ഷമായിരുന്നു അത്. എന്തിനു വേണ്ടി വാളുകൾ തൂക്കിയിടുന്നു? വാളവര് ആ വൃക്ഷത്തിന്റെ കൊമ്പിൽ തൂക്കിയിട്ടിരുന്നത് കേവലം ഒരു തൂക്കിയിടാനല്ല, വേറെ എവിടെയും വാള് വെക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ബർക്കത്തെടുക്കുന്ന മരമായിരുന്നു. ആ മരത്തിൽ വാൾ അല്പനേരം കൊളുത്തിയിട്ടിട്ട് പിന്നെ ആ വാളും എടുത്ത് യുദ്ധത്തിന് പോയാൽ യുദ്ധം പരാജയപ്പെടൂല എന്നുറച്ചു വിശ്വസിച്ചിരുന്നു മുശ്രിക്കുകൾ. അങ്ങനെ അവര് പ്രത്യേകം ബർക്കത്തും പുണ്യവും പ്രതീക്ഷിച്ചിരുന്ന, അവര് പ്രാർത്ഥിച്ചിരുന്ന, ആ നിലക്ക് പുണ്യം പ്രതീക്ഷിച്ചിരുന്ന, ബർക്കത്ത് പ്രതീക്ഷിച്ചിരുന്ന ഒരു പുണ്യവൃക്ഷം എന്ന് അവര് കരുതിയിരുന്ന ഒരു മരമുണ്ടായിരുന്നു. അതിന്മേൽ വാള് തൂക്കിയിട്ടിട്ട് അറബികൾ യുദ്ധത്തിന് പോവുക. ഈ കാഴ്ച അറേബ്യൻ ആളുകൾ കാണുകയാണ്. ഈ ഹുനൈനിക്ക് പോകുന്ന വഴിയിലാണ് ഈ മരമുള്ളത്. ഇത് കണ്ടപ്പോ ചില ആളുകൾ, ഈ കൂട്ടത്തിലുള്ള ചില ആളുകൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. നബിയെ അവർക്ക് ദാത്തു അൻവാത്ത് മരമുള്ളത് പോലെ നമുക്കും ഒരു മരം നിശ്ചയിച്ചു തരുമോ? നമുക്കും വേണം ഒരു മരം. അവർക്ക് വാള് തൂക്കിയിടാൻ ഒരു മരം ഉണ്ട്, നമുക്കും വേണ്ടേ ഒരു മരം, ഒരു പുണ്യവൃക്ഷം നമുക്കും വേണ്ടേ എന്നവര് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, കമാ ഖാല ഖൗമു മൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹാ. എന്തൊരു കഷ്ടമാണ് നിങ്ങൾ ഈ പറയുന്നത്. അല്ലാഹു മഹാപരിശുദ്ധൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തെയും കൊണ്ട് അതേ രക്ഷപ്പെട്ടു പോകുന്ന നേരത്ത് ആ സമുദായത്തിലെ ചില ആളുകൾ മൂസാ നബി അലൈഹിസ്സലാമിനോട്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അവർക്ക് ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും ചില ദൈവങ്ങളെ നിശ്ചയിച്ചു തരുമോ എന്ന മൂസാ നബിയോട് ജനങ്ങൾ ചോദിച്ച പോലത്തെ ചോദ്യമാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. അരുതാത്ത ചോദ്യമാണല്ലോ നിങ്ങൾ ചോദിച്ചത്. അള്ളയിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് അള്ള നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു വസ്തുവിൽ നിന്ന് ബറക്കത്തെടുക്കാനോ, അള്ള നിശ്ചയിച്ചിട്ടില്ലാത്ത ഒന്നിൽ നിന്ന് പുണ്യം പ്രതീക്ഷിക്കാനോ? അങ്ങനെ നിങ്ങൾ പുണ്യം പ്രതീക്ഷിക്കുന്നത് അതിനെ ഇലാഹാക്കലാണ്. അത് ശിർക്കിന്റെ സമ്പ്രദായമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങൾ, ആളുകളൊക്കെ അള്ളയല്ലാത്തവരെ ആരാധിക്കുന്ന ദൈവങ്ങളെ കണ്ടപ്പോ മൂസ, ഞങ്ങൾക്കും വേണം ഇതുപോലെ ആരാധിക്കുവാൻ ചില ദൈവങ്ങളെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ നിങ്ങളുടെ ഈ പുണ്യവൃക്ഷത്തിനുള്ള ആവശ്യപ്പെടൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം, ലതർകബുന്ന സുന്നത മൻ ഖബലകും, നിങ്ങളെ മുമ്പുള്ളവരെ സമ്പ്രദായം നിങ്ങളും തുടരുന്ന ചെയ്യും. നിങ്ങളെ മുൻപുള്ളവരുടെ സമ്പ്രദായം നിങ്ങളും തുടരും. പഴച്ചുപോയ യഹൂദി നസറാനികളുടെ ചരിത്രം, അതേ അവരുടെ വേണ്ടാത്തതൊക്കെ ഈ സമുദായവും പിന്തുടരുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലതർകബുന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഇൻ ബിദിറാഇൻ. അതേ മുൻഗാമികളുടെ സമ്പ്രദായങ്ങളെ ചാണിന് ചാണെന്നോണം മുഴത്തിന് മുഴമെന്നോണം നിങ്ങളും പിന്തുടരുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമുദായത്തിന്റെ ദുഷിച്ച ആചാരങ്ങളെ പിന്തുടരരുത് എന്ന താക്കീത് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മുൻഗാമികളുടെ ആ ചര്യ നിങ്ങളും പിന്തുടരുവല്ലേ, അത് നിങ്ങൾക്ക് പറ്റിപ്പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ കാണുന്ന വിശ്വാസ രംഗത്തുള്ള പുഴുക്കുത്ത്, അതേ അള്ള നിശ്ചയിച്ചതിലേ ബറക്കത്തുള്ളൂ. അള്ള ഒരു വസ്തുവിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബറക്കത്തുണ്ട്. അള്ള നിശ്ചയിക്കാത്ത ഒന്നിൽ ബറക്കത്ത് നിശ്ചയിക്കാൻ നമുക്ക് അധികാരമില്ല. അതുകൊണ്ടാണ് അള്ള നിശ്ചയിച്ചതിലൂടെ മാത്രമേ ബറക്കത്ത് ആഗ്രഹിക്കാൻ പാടുള്ളൂ. അല്ലാത്തത് കൊണ്ട് ബറക്കത്ത് തേടൽ ശിർക്കായി സമ്പ്രദായമായി മാറുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവരുടെ ആ വിശ്വാസ രംഗത്തുള്ള പോരായ്മ, അവർക്ക് അധികം വിവരമില്ലല്ലോ. കാരണം ഇസ്ലാമിലേക്ക് പെട്ടെന്ന് കടന്നു വന്നിട്ടുള്ള 12,000-ഓളം ആളുകൾ ഈ ടീമിലുണ്ട്.
അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായിട്ട് അറിയൂല. അതിന് വിരുദ്ധമായി വരുന്ന വിശ്വാസങ്ങൾ എന്തൊക്കെ, സമ്പ്രദായങ്ങൾ എന്തൊക്കെ എന്നറിയാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് യാത്രാമധ്യേ ഉണ്ടായ ഈ ഒരു അബദ്ധം തിരുത്തി കൊടുക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം ഈ യുദ്ധത്തെ സംബന്ധിച്ച് പറയാനുള്ളത്, വേറൊരു ദുഷിച്ച ചിന്തയും ആളുകളിൽ ഉണ്ടായി. ഈ യുദ്ധത്തിന് പുറപ്പെടുന്ന ആളുകൾക്കിടയിൽ വരാൻ പാടില്ലാത്ത വേറൊരു ചിന്ത കൂടി വന്നു. അതെന്താണ് ഖുർആൻ പറയുന്നത്? ഇത് അഅജബതുക്കും കസറതുക്കും, നിങ്ങളുടെ സംഖ്യാധിക്യം നിങ്ങളെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി. അഥവാ നമ്മൾ തരക്കടില്ലാന്നൊരു തോന്നൽ ഈ സൈന്യാംഗങ്ങൾക്ക്. ഇതുവരത്തെ പോലെയല്ല ഇപ്പൊ നമ്മൾ മക്ക ജയിച്ചടക്കിയിട്ടാ പോകുന്നത്. നമ്മുടെ കൂടെ 1-2 ആയിരങ്ങളല്ല, 10,000 12,000 വരുന്ന സൈന്യമുണ്ടല്ലോ. ഒരു ശക്തിക്കും ഇനി നമ്മെ പരാജയപ്പെടുത്താനാവില്ല. അത്രത്തോളം നമ്മുടെ കൂടെ ആളുണ്ട്. നമ്മൾ വല്ലാതെ വളർന്നു പോയിട്ടുണ്ട്. ഇനി നമുക്ക് പരാജയം വരൂല എന്ന നിലക്ക് അവരുടെ സംഖ്യയുടെ ആധിക്യം അവരെ വല്ലാതെ ഒന്ന് ആശ്ചര്യപ്പെടുത്തിയിട്ട് മനസ്സിലൊരൽപ്പം അഹങ്കാരം തോന്നിപ്പോയി. അത് ഖുർആൻ വിമർശിക്കുകയാണ്. എന്നാൽ ആ സമയത്തും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ ഒരു അഹങ്കാരം കടന്നു വന്നില്ല. ആൾബലം കൊണ്ടല്ലല്ലോ വിജയമുണ്ടാകുന്നത്, ആളും അർത്ഥവുമൊന്നും ഉണ്ടായത് കൊണ്ട് വിജയിച്ചോളണം എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ എല്ലാവരെയും ഉത്ബോധിപ്പിച്ചു കൊണ്ടിരുന്നു, സഹോദരങ്ങളെ, അരുതാത്ത ചിന്തയൊന്നും ഉണ്ടാകരുത്, അരുതാത്ത തോന്നലുകളൊന്നും ഉണ്ടാവരുത്. പടച്ച റബ്ബാണ് വിജയം തരേണ്ടത്, അള്ളയാണ് നമുക്ക് വിജയം തരേണ്ടത്. അവിടുന്ന് ഇങ്ങനെ അവര് കേൾക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ബിക ഉഹാവിൽ വബിക ഉസാവിൽ വബിക ഉഖാതിൽ. അല്ലാഹുവേ, നിനക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത്, നിന്നെ കൊണ്ടേ പോരാട്ടം വിജയിക്കൂ, നീ മുഖേന മാത്രമേ സഹായം കിട്ടുകയുള്ളൂ, നിനക്ക് വേണ്ടി നിന്റെ പേരിലാണ് ഞാൻ പോരാടുന്നത് എന്നിങ്ങനെ അല്ലാഹുവിൽ തവക്കുലാക്കുന്ന മനസ്ഥിതി ഒരിക്കലും വിട്ടുപോകാതെ ആ ആളുകൾക്ക് മനസ്സുകളിൽ ഒരിക്കലും റബ്ബല്ലാത്തവരിലേക്ക് തവക്കുൽ വന്നു പോകാതിരിക്കാനും അവരുടെ മനസ്സില്ലതാ നമ്മൾ ജയിക്കും എന്നവര് ദുരഭിമാനം വരാതിരിക്കാനുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് കേൾക്കെ അല്ലാഹുവിൽ ഇങ്ങനെ തന്റെ കാര്യം തവക്കുലാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ സൈന്യത്തിന്റെ ഈ ദുരഭിമാന ബോധമൊന്നും ഫലം ചെയ്തില്ല. മുസ്ലിമീങ്ങളുടെ മുന്നണി സൈന്യം മുന്നോട്ട് നീങ്ങുകയാണ്, ഹുനൈനിലേക്ക് നീങ്ങുകയാണ്. ഹുനൈനിലെത്തിയപ്പോൾ ശത്രുക്കളുടെ വമ്പിച്ച ഒരു ഒളി സൈന്യം അവരെ പെട്ടെന്ന് കടന്നാക്രമിക്കുന്നു. ശത്രുക്കൾ ഒളിഞ്ഞു നിന്നിരുന്ന ഒരു സൈന്യം ഈ മുസ്ലിം സേനയുടെ മുന്നണി പോരാളികളെ ആക്രമിക്കുകയാണ്. ആക്രമിച്ചു എന്ന് മാത്രമല്ല, പൊടുന്നനെയുള്ള ശക്തമായ ഈ ശരമയ്യലിൽ, അതേ അക്രമങ്ങളിൽ മുസ്ലിമീങ്ങളതാ പിന്തിരിഞ്ഞു ഓടുന്നു. മുസ്ലിമീങ്ങളതാ ഹുനൈനിന്റെ ഈ ആദ്യഘട്ടത്തിൽ ഇടക്ക് വെച്ച് പിന്തിരിഞ്ഞോടുകയാണ്, ഓടിക്കൊണ്ടേയിരിക്കുന്നു. സൈന്യത്തിന്റെ സമനില തെറ്റിപ്പോയി, ഭൂരിപക്ഷം ആളുകളും പിന്തിരിഞ്ഞോടി എന്നാണ് ചരിത്രം പറയുന്നത്. 10-12,000 വരുന്ന ആളുകളുണ്ട്. അതെ, ആ സമൂഹത്തിന്റെ പിടിച്ചു നിൽക്കാനാവാതെ സമനില വെറ്റിക്കൊണ്ട് ഓടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ് പതറിയില്ല. കൂടെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ സ്വഹാബിമാരുണ്ട്. അങ്ങനെ ചുരുക്കം ചില സ്വഹാബിമാര് വളരെ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അസാമാന്യമായ ധീരതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത്. അവിടുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, യാ മഅ്ശറൽ മുസ്ലിമീൻ, ഓ മുസ്ലിമീങ്ങളെ, അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. ഹലുമ്മൂ ഇലയ്യ, ഓടിപ്പോകല്ല, എന്റെ അടുത്തേക്ക് വരൂ. അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. എന്തേ നിങ്ങൾ ഓടിപ്പോകുന്നത്? നിങ്ങൾക്ക് വിശ്വാസമില്ലാതായോ? യുദ്ധം പരാജയപ്പെടുമെന്ന് തോന്നുന്നുവോ? അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദിൽ മുത്തലിബ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ്, കള്ളം പറയുകയല്ലല്ലോ. അള്ളാന്റെ റസൂലാണ് ഞാനെങ്കിൽ എന്നോട് അല്ലാഹു വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് മുഅ്മിനീങ്ങൾക്ക് വിജയമുണ്ട്, മുത്തഖീങ്ങൾക്കാണ് നല്ല പര്യവസാനമുള്ളത്.
അതിൽ ഉറച്ചു വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് പതറിപ്പോകല്ല, അബ്ദുൽ മുത്തലിബിന്റെ മോനാണ് ഞാൻ. അതേ പാരമ്പര്യമുള്ള ഉപ്പാപ്പയുടെയും അതേ ആ നിലക്കുള്ള കുടുംബത്തിലെ ആളാണ്. അതുകൊണ്ട് ഉറച്ചു നിൽക്കൂ, ആരും അങ്ങോട്ട് ഓടിപ്പോകല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കേട്ടവരിൽ ചിലരൊക്കെ തിരിച്ചുവിടാൻ തുടങ്ങി, ചിലരൊക്കെ മടങ്ങി വരാൻ തുടങ്ങി. പക്ഷേ പലർക്കും പരിഭ്രമം കാരണത്താൽ, ഭയപ്പാട് കാരണത്താൽ ഓടി രക്ഷപ്പെടാൻ പോലും ഭൂമിയിൽ സ്ഥലമില്ലാത്ത പോലെ അവർക്ക് കുടുസായി തോന്നി. അത്ര പേടിച്ചുപോയി. ഖുർആൻ ആരംഗം പറയുന്നത് വദാഖത്ത് അലൈക്കുമുൽ അർദു ബിമാ റഹബത് സുമ്മ വല്ലൈതും മുദ്ബിരീൻ. നിങ്ങൾക്ക് ഭൂമി കുടുസായതുപോലെ തോന്നി, ഭൂമി നിങ്ങൾക്ക് ഇടുക്കമായി അനുഭവപ്പെട്ടുവല്ലേ? ബിമാ റഹബത്ത്, വിശാലമായ ഭൂമിയായിരുന്നിട്ട് പോലും നിങ്ങൾക്ക് ഓടാൻ പോലും സ്ഥലം തികഞ്ഞില്ല എന്ന മട്ടിലായി പോയോ? സുമ്മ വല്ലൈതും മുദ്ബിരീൻ, അങ്ങനെ നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടിക്കളഞ്ഞല്ലോ. അങ്ങനെ ആളുകളൊക്കെ ഓടുകയാണ്. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? ഉടനെ ആ കൂട്ടത്തിൽ വളരെ ശബ്ദമുയർത്തിയാൽ ധാരാളക്കണക്കിന് ഫർലോങ്ങുകൾക്കപ്പുറം ശബ്ദം മുഴക്കം അനുഭവപ്പെടുന്ന നല്ല ശബ്ദത്തിന്റെ ഉടമയായിരുന്നു തന്റെ പിതൃവ്യൻ കൂടിയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളോട് പറഞ്ഞു, അബ്ബാസെ വിളിച്ചു പറയൂ, എല്ലാവരോടും ഓട്ടം നിർത്തി തിരിച്ചു വരാൻ പറയൂ. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എല്ലാവരെയും യാരിൽ അൻസാർ യാരിൽ മുഹാജിരീൻ, ഓ മുഹാജിറുകളെ, അൻസാറുകളെ എല്ലാം വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് തിരിച്ചു വരൂ, മടങ്ങി വരൂ എന്നിങ്ങനെ അദ്ദേഹം വിളിച്ചു ഉച്ചത്തിൽ പറയുന്നു. ആ വിളി കേട്ടപ്പോ എന്തോ ഒരു അത്ഭുതമെന്ന നിലക്ക് എല്ലാവരും തിരികെ വരാൻ തുടങ്ങി. എല്ലാവരുടെയും മനസ്സ് മാറുന്നു, പേടി പോകുന്നു. അല്ലാഹു അതിനെപ്പറ്റി പറയുന്നു, സുമ്മ അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ. അതേ ആ പരിഭ്രമത്തിന്റെ തിരിച്ചോട്ടത്തിന്റെ ശേഷം അല്ലാഹു റസൂലുള്ളാഹിക്കും സത്യവിശ്വാസികളുടെയും ഒക്കെ ഖൽബുകളിൽ സമാധാനം ഇറക്കി കൊടുത്തു, ശാന്തി ഇറക്കി കൊടുത്തു. തീർന്നില്ല, വ അൻസല ജുനൂദൻ ലം തറൗഹാ, അവർക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സേനയെ അല്ലാഹു ഇറക്കുകയും ചെയ്തു. ആരാണവര്? മലക്കുകൾ. മലക്കുകളെ ഇറക്കിക്കൊണ്ട് അല്ലാഹു സഹായിക്കുകയാണ്. അങ്ങനെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതേ അവർക്കൊരു പുതിയ ഉന്മേഷം വീണ്ടും കിട്ടുകയാണ്. ശത്രുക്കളുടെ നേരെ അവർ കുതിച്ചു ചാടി, യുദ്ധരംഗത്തിന്റെ ഗതി പറ്റേ മാറി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ ഹമിയൽ വതീസ്, യുദ്ധരംഗം ചൂടായിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, പോരാടൂ വിശ്വാസികളെ, പിന്തിരിയാതെ മുന്നേറൂ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ശത്രുക്കളുടെ നേരെ ഓടിപ്പോയവരൊക്കെ തിരിച്ചു വന്ന് ശക്തമായി തിരിച്ചടി തുടങ്ങുകയാണ്. അതിനിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി ചരൽക്കല്ല് വാരിയിട്ട് ശത്രുക്കളുടെ നേരെ എറിയുന്നു. ഒരു പിടി ചരൽക്കല്ല് വാരിയിട്ട് ശത്രുക്കളുടെ നേരെ അങ്ങ് എറിയുകയാണ്. മുഅ്ജിസത്ത് സംഭവിക്കുകയാണ്. എന്താ സംഭവിച്ചത്? ഇത്രത്തോളം വരുന്ന ആളുകളുടെ കണ്ണുകളിലേക്ക് ഒരു പിടി മണ്ണ് വാരി എറിയുമ്പോഴേക്ക് അവരുടെയൊക്കെ കണ്ണുകളിൽ പോയി മണ്ണ് വീഴുന്നു. ചരൽ കൊള്ളുകൊണ്ടുള്ള ഏറ് എത്ര ആളുടെ കണ്ണിലെത്തിക്കാൻ പറ്റും? പക്ഷേ റബ്ബ് സുബ്ഹാനഹു മുഅ്ജിസത്ത് പ്രകടമാക്കുകയാണ്. മനുഷ്യന് ചെയ്യാനാവാത്തത് റബ്ബ് ചെയ്യുന്നു. അമാനുഷികമായ കാര്യം അവിടെ റസൂലുള്ളാന്റെ ഏറിലൂടെ നടക്കുകയാണ്. അവിടെയുള്ള സൈന്യങ്ങളുടെ കണ്ണുകളിൽ ആ മണ്ണ് നിറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തോറ്റോടും ഉറപ്പാണ്, തോറ്റോടിപ്പോകും, പിന്തിരിഞ്ഞോടും റബ്ബുൽ കഅബ, കഅബയുടെ റബ്ബായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അവർക്ക് ഓടാതിരിക്കാനാവില്ല, അവർ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതെ, അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അവരെല്ലാവരും തിരിഞ്ഞോടുന്നു. എല്ലാവരും തിരിഞ്ഞോടി. നേരത്തെ ദുറൈദ് പറഞ്ഞതുപോലെയായി കാര്യം. തിരിഞ്ഞോടാൻ വിചാരിച്ചാൽ പിന്നെ ഭാര്യമാരും മക്കളും സമ്പത്തൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, ഓടണ്ടോന്ന് ഓടുന്ന ചെയ്യും. എല്ലാവരും ഓടി. എല്ലാവരും ഓടി. ഭാര്യമാരെ നോക്കിയില്ല, സ്ത്രീകളെ നോക്കിയില്ല, കുട്ടികളെ നോക്കിയില്ല, സമ്പത്ത് നോക്കിയില്ല, ആടുമാടൊട്ടകങ്ങളെ ശ്രദ്ധിച്ചില്ല. എല്ലാം വിട്ടേച്ചു കൊണ്ട് ഓടുകയാണ്. നൂറുകണക്കിന് ആളുകൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു. ശത്രുക്കളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അതേ അവസരത്തിൽ അത്ഭുതം നോക്കൂ, മുസ്ലിമീങ്ങളുടെ സംഖ്യയിൽ നിന്ന് ഇത്രത്തോളം ആളുകൾ ഉണ്ടായിട്ട് 4 പേര് മാത്രമാണ് ഷഹീദായത്. 4 പേരെ ഷഹീദായുള്ളൂ. പക്ഷേ
ആദ്യത്തെ അറ്റാക്കിനിടയിൽ തിരിഞ്ഞോടുന്നതിനിടക്ക് വീണിട്ടും അല്ലാതെയും അമ്പ് കൊണ്ടിട്ടുമൊക്കെ ഒരുപാട് സഹാബിമാർക്ക് പരിക്ക് പറ്റിയിരുന്നു. പരിക്കും മുറിവൊക്കെ ഒരുപാട് ആളുകൾക്ക് പറ്റിയെന്നല്ലാതെ ജീവനാശം സംഭവിച്ചത്, ഷഹീദുകളായത് 4 സ്വഹാബിമാര് മാത്രമാണ്. സർവസമ്പത്തും എല്ലാം വിട്ടുകൊണ്ടവരോടിപ്പോയി. ഇങ്ങനെ ആദ്യഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്കൊരു പരാജയമുണ്ടായ യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. പിന്നീട് വമ്പിച്ച വിജയത്തിലേക്കായെത്തിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പണ്ഡിതന്മാര് ചർച്ച ചെയ്തിട്ടുണ്ട്, എന്തേ ഹുനൈൻ യുദ്ധത്തിന്റെ പരാജയം ആദ്യം ഒരു പരാജയത്തിലേക്ക് എത്താനെന്താ കാരണം? ആര് നേതാവായിട്ടും കാര്യമില്ല, ആര് സംഘത്തിലുണ്ടായിട്ടും കാര്യമില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെയല്ലേ അന്ന് ഉഹദിന് പോയത്. ഉഹദിൽ പരാജയം ഏറ്റുവാങ്ങാൻ എന്താ കാരണം? അനുസരണക്കേടുണ്ടായിപ്പോയി. ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല, നമ്മൾ നന്നായി വിശദീകരിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഹുനൈനിൽ എന്താ ആദ്യഘട്ടം ഇങ്ങനെ പരാജയപ്പെട്ട് ഓടാൻ കാരണം? ഒന്നാമത്തെ അസുഖം ഇത് തന്നെയായിരുന്നു. എന്ത്? പലർക്കും തോന്നിപ്പോയി, നമ്മൾ ഒരുപാട് ആളൊരുപാടുണ്ട്, ഇനി നമ്മെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയൂലെന്ന അഹങ്കാരം തോന്നി. അപ്പൊ അള്ള പിടിച്ചു. അങ്ങനെ തോന്നരുത്. നമ്മൾ ഒരുപാട് ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിജയം ഒന്നും തോന്നണ്ട. ആളുണ്ടായിട്ടും ആയുധം ഉണ്ടായിട്ടൊന്നുമില്ല വിജയം അള്ള തന്നെ തരണം. അല്ലാഹുവിന്റെ പക്കൽ നിന്നല്ലാതെ സഹായം കിട്ടൂല കേട്ടോ. നിങ്ങൾ ഒരുപാട് ആളുണ്ടായി എന്നതുകൊണ്ട് അഹങ്കാരം തോന്നിയാൽ റബ്ബ് ശിക്ഷിക്കും, പിടിക്കും. അതവിടെ ഹുനൈനിന്റെ പാഠം. ഹുനൈൻ യുദ്ധത്തിൽ ആള് കുറച്ച് നമ്മൾ കൂടുതലുണ്ട്, ആർക്കും അത് തോന്നാൻ പാടില്ല. നമ്മുടെ കൂടെ ആളിപ്പ നല്ലോണുണ്ട്, ഇനി നമുക്ക് വിശ്രമിക്കാനായിരിക്കുന്നു, അതല്ലെങ്കിൽ നമ്മയൊന്നും ആർക്കും ഒന്നും ചെയ്യാനാവില്ലെന്ന തോന്നൽ എപ്പോൾ വന്നുവോ അപ്പോൾ നമ്മുടെ അധോഗതിയുടെ തുടക്കമായിരിക്കും. അതുകൊണ്ട് എത്ര വലിയ ആളും അർത്ഥവും ഒക്കെ ഉണ്ടായാലും മനസ്സിൽ നിന്ന് വിനയം പോയിക്കൂടാ, റബ്ബിലുള്ള തവക്കുൽ നഷ്ടമായി കൂടാ എന്ന പാഠം ഹുനൈനിന്റെ ആദ്യ പരാജയം നമുക്ക് അറിയിച്ചു തരുന്നു. രണ്ടാമത്തെ കാരണം പണ്ഡിതന്മാര് പറയുന്നത്, പുതുമുസ്ലിമീങ്ങളായ കുറെ ആളുകളുണ്ടല്ലോ കൂട്ടത്തിൽ, തൗഹീദ് ഉറക്കാത്ത ചില ആളുകൾ കൂട്ടത്തിലുണ്ടായി. അപ്പൊ തുടക്കത്തിൽ പരാജയം തന്നെ ഉണ്ടായി. അതിന്റെ ലക്ഷണമാണല്ലോ ആ കണ്ടത്. ഈ യുദ്ധത്തിന് പോകുമ്പോ വാള് തൂക്കിയിടാൻ പറ്റിയ ഒരു മരം അവര് ചോദിച്ചില്ലേ? അല്ലാഹുവിൽ നല്ല അടിയുറച്ച വിശ്വാസക്കുറവ് വന്നുപോയി. അതും ഈ ആദ്യ പരാജയത്തിന്റെ കാരണങ്ങളിൽ എണ്ണപ്പെടുന്നു. അപ്പൊ വിശ്വാസം വളരെ നന്നാവണം, തൗഹീദ് വളരെ ശരിയാവണം, ശിർക്കിന്റെ ലാഞ്ചന പോലും ഉണ്ടാകാൻ പാടില്ല, റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, റബ്ബല്ലാത്തവരിൽ നിന്ന് ആത്യന്തികമായ അഭൗതിക സഹായങ്ങൾ പ്രതീക്ഷിക്കുവാൻ പാടില്ല. ആ നിലക്കുള്ള എല്ലാം കൊണ്ടും കൃത്യവും സൂക്ഷ്മവുമായ അടിയുറച്ച കറകളഞ്ഞ തൗഹീദ് ഉണ്ടെങ്കിലല്ലാതെ റബ്ബിന്റെ സഹായം ഉണ്ടാകൂല. അതുകൊണ്ട് തൗഹീദ് വളരെ ക്ലിയർ ആയിരിക്കണം. ശിർക്കല്ലാത്തത് ശിർക്കാണെന്ന് പറയരുത്, ശിർക്കായത് ശിർക്കല്ല എന്നും പറയരുത്. അതിന് പഠനം ആവശ്യമാണ്. കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയണം, മനസ്സിലാക്കണം. അങ്ങനെ ഇൽമോടുകൂടി അഖീദ ശുദ്ധീകരിച്ചാലല്ലാതെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അഖീദയുടെ പ്രാധാന്യവും ഇതിൽ നിന്ന് ഗുണപാഠമാണ്. മൂന്നാമത്തെ കാരണം പറയുന്നത്, അവരിൽ പല ആളുകളും യുദ്ധത്തിന് വേണ്ട ശരിയായ ഒരുക്കങ്ങളൊന്നും അങ്ങനെ ഒരുങ്ങിയില്ല. ചില ചെറുപ്പക്കാരൊക്കെ കയ്യും വീശി പോയവരുണ്ട്. ചിലരൊക്കെ തലയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ, സാധാരണ യുദ്ധത്തിന് പോകുന്ന അറബി പടയങ്കി തൊപ്പി, പടത്തൊപ്പി ധരിക്കും. അതൊന്നുമില്ലാതെ, ഒരു പ്രൊട്ടക്ഷനും കാവലുമില്ലാതെ, വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങൾ പോലും കരുതാതെ, അതൊന്നും ഇത്ര ആവശ്യമില്ല, ഇതൊക്കെ നമ്മൾ നിഷ്പ്രയാസം വിജയിക്കും എന്ന മട്ടിൽ ആയുധങ്ങളൊന്നുമില്ലാതെ നിരായുധരായി ഒരുക്കങ്ങൾ കുറഞ്ഞുപോയി ചില ആളുകൾക്ക്. അതും ഈ യുദ്ധത്തിന്റെ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ പരാജയം നേരിടാനായി. അതെന്താ മനസ്സിലാക്കി തരുന്ന പാഠം? എന്തിനു പോകുമ്പോഴും ഒരുക്കം വേണം, ഒരുങ്ങിയിട്ട് പോണം. ശത്രു നിസ്സാരനായി കാണരുത്. ശത്രുവിനെയൊക്കെ ഞാൻ നിഷ്പ്രയാസം ജയിച്ചടക്കും എന്ന തോന്നലുണ്ടാകരുത്. ശത്രുവിന്റെ കഴിവ് തിരിച്ചറിയണം. അതിന് വേണ്ട സംവിധാനങ്ങളുമായിട്ടാ പോകേണ്ടത്. ഒരു സംവാദത്തിന് പോകുമ്പോൾ പോലും, ഒരു ഖണ്ഡന പ്രസംഗത്തിന് പോകുമ്പോൾ പോലും ശത്രുവിന്റെ വാദമുഖങ്ങൾ പഠിച്ച് പറഞ്ഞ് അവതരിപ്പിക്കാൻ പോകണം. വെറുതെ പോയി പ്രസംഗിച്ചാലോ, വെറുതെ പോയി സംവാദം നടത്തിയാലോ പോലും ഫലമുണ്ടാവുകയില്ല. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് ശത്രുവിന്റെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രതിരോധങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ പോകണം. അതും ഈ യുദ്ധത്തിന്റെ പാഠമാണ്.
നാലാമത്തെ വിഷയം എന്താണ്? നാലാമത്തെ വിഷയം, ഈ കൂട്ടത്തിൽ കുറെ ആളുകൾ ഭൗതികമായ മുതലും ആഗ്രഹിച്ചു പോന്നവരുമുണ്ട്. ഗനീമത്ത് നല്ലോണം കിട്ടും, സമരം നിഷ്പ്രയാസം ജയിക്കും നമുക്ക്, അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വിജയിക്കും, ഒരുപാട് ഗനീമത്ത് കിട്ടും. അങ്ങനെ ഗനീമത്ത് സ്വത്ത് മോഹിച്ചുകൊണ്ട് വന്ന ആളുകളുമുണ്ട്. അവർക്ക് ഭൗതികമായ വിജയങ്ങളാണ് അവര് കാണുന്നത്. അപ്പൊ അങ്ങനെ കുറെ ദൗർബല്യങ്ങൾ ഈ പട്ടാളക്കാരിൽ ഉണ്ട് ചിലരിലൊക്കെ. എന്നതുകൊണ്ട് തന്നെ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ ചില പരാജയത്തിന്റെ കയ്പുനീര് മുസ്ലിമീങ്ങൾ കുടിക്കേണ്ടി വന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിന്റെ കാര്യങ്ങൾ നമുക്ക് വിവരിച്ചു തന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, സൈന്യത്തിൽപ്പെട്ട പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ അത്ര പ്രശ്നമാക്കാതെ മുന്നേറിയപ്പോ അവര് പെട്ടെന്ന് ഒന്നങ്ങോട്ട് പിന്തിരിയുന്നത് കണ്ടു ശത്രുക്കൾ. അപ്പൊ ഞങ്ങൾ വേഗം ഗനീമത്തിന്മേലാണ് വീണു, സമരാർജിത സമ്പത്ത് വാരിക്കൂട്ടുന്ന തിരക്കിലായി. അതെ, വഹദിൽ സംഭവിച്ചതുപോലെ അങ്ങോട്ട് പോയി എന്ന് കണ്ട ശത്രു പെട്ടെന്ന് വന്നിട്ട് ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ മുതലുമ്മൽക്ക് കുറച്ച് വല്ലാതെ ആർത്തി വന്നപ്പോ ഒരു പരാജയം തുടക്കത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ കൊടുത്തു എന്നതാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാരണമായി പണ്ഡിതന്മാര് പറയുന്നത്, പുതുവിശ്വാസികളായ കുറെ ആളുകളുണ്ട്. അവർക്ക് ഈമാൻ ഉറച്ചിട്ടില്ല. അവരിങ്ങനെ നോക്കുക, സമരത്തിന്റെ ഗതി എങ്ങോട്ടാ അതിന്റെ ആക്കതൂക്കം എന്ന് നോക്കണ കുറെ ആൾക്കാരും ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. അവര് തുലഖാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരാ തുലഖാ? ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഒന്നും ചെയ്യാതെ വിട്ടയച്ച കുറെ ആളുകൾ. അവരൊക്കെ പിന്നെ മുസ്ലിമുകളായി കടന്നു വന്ന കുറെ ആളുകളുണ്ട്. അവരൊക്കെ സമരത്തിന്റെ ഗതി എന്താകുമെന്ന് അറിയാതെ ഇങ്ങനെ പിന്നിൽ കൂടിയവരാ. ജയിക്കുകയാണെങ്കിൽ ഒപ്പം കൂടാ, തോൽക്കുകയാണെങ്കിൽ അവിടെ ഓടാ എന്ന മട്ടിൽ വന്ന കുറെ വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത വേറെ കുറെ ടീമുകളും ഉണ്ടായി. ആ നിലക്കുള്ള ആളുകളും ഉണ്ടായി. അവരുണ്ടായിരുന്നു എന്നുള്ളതിനുള്ള തെളിവെന്താ? അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സഹാബ, ധീര വനിതയാണ്. സഹാബാക്കളുടെ കൂട്ടത്തിൽ ആളുകൾക്ക് സംഭവിക്കുന്ന പരിക്കുകളിൽ, മുറിവുകളിൽ മുറിവ് വെച്ച് കെട്ടാനും ശുശ്രൂഷിക്കാനും വെള്ളം കൊടുക്കാനും വേണ്ട ഖിദ്മത്തുകൾ ചെയ്യാനുമൊക്കെ യുദ്ധങ്ങൾക്ക് സ്ത്രീകളും പോയിരുന്നു. അങ്ങനെ ആ ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബ വനിതയായിരുന്നു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. അവരുടെ കയ്യിൽ ഒരു വലിയ കട്ടാര കത്തിയുണ്ട് ഉമ്മു സുലൈം ബീവിയുടെ കയ്യിൽ. ഖൻജർ എന്നാണ് ഹദീസിൽ പറയുന്നത്. ഖൻജർ എന്നും ഖിൻജർ എന്നും വായനയുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ഇരുതല മൂർച്ചയുള്ള വലിയ കട്ടാരയാണ്. രണ്ട് തലയും മൂർച്ചയുള്ള കുത്തിപ്പിളർത്താൻ പറ്റിയ വലിയ കട്ടാരയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിലുള്ളത്. ഭർത്താവായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇത് കാണുന്നു. ഭർത്താവ് കാണാണ് ഭാര്യ ഉമ്മു സുലൈമിന്റെ കയ്യിൽ വലിയൊരു കട്ടാര, രണ്ട് തല മൂർച്ചയുള്ളത്. ഉടനെ ഓടി വന്നിട്ട് അബൂ തൽഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹാദിഹി ഉമ്മു സുലൈം മഅഹാ ഖിൻജറുൻ. ഇതേ ഉമ്മു സുലൈം കയ്യിലുണ്ട് വലിയ ഒരു കട്ടാര കത്തിയുമായി നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഉമ്മു സുലൈമേ മാഹാദൽ ഖിൻജർ, എന്തിനാ ഈ കട്ടാരയും കൊണ്ട് നടക്കുന്നത്? ഖാലത്ത്, അവർ ഉടനെ ധൈര്യത്തോടെ പറയുകയാണ്, ഇത്തഹറുതുഹു, ഇത് ഞാൻ കയ്യിലേന്തിയിരിക്കുന്നത്, ഇൻദനാ മിന്നീ അഹദും മിനൽ മുശ്രികീൻ ബഖർതു ബിഹി ബത്നഹു. ആരെങ്കിലും ഒരു മുശ്രിക്കെങ്ങാനും ഉമ്മു സുലൈമിനോട് അടുത്ത് വന്നാൽ ബഖർതു ബിഹി ബത്നഹു, അവന്റെ വയറ് ഞാൻ ഈ കത്തി കൊണ്ട് കുത്തിപ്പിളർത്തും. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ധീര വനിതയാണ്. എന്റെ സഹോദരിമാര് ശ്രദ്ധിക്കണം, അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ കത്തിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. അതേ, ധീരമായി കൊണ്ട് പോരാടുകയാണ്. ഇസ്ലാമികമായ ഒരു നിയമം പാലിക്കൂ സഹോദരി. അള്ള ഇഷ്ടപ്പെടാത്ത വേഷത്തിൽ നിന്നൊന്ന് മാറിക്കൊണ്ട് അള്ള പഠിപ്പിച്ച ആദർശത്തിലേക്ക് വരൂ സഹോദരി എന്ന് പറഞ്ഞാൽ അതിനുപോലും ത്യാഗം സഹിക്കാൻ തയ്യാറില്ലാതെ ആളുകൾ എന്നെ കളിയാക്കും, എന്റെ ഭർത്താവിനത് ഇഷ്ടമല്ല, എന്റെ കൂട്ടുകാരികൾക്ക് അത് ഇഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ പല നിയമങ്ങളും കാറ്റിൽ പറത്തുന്ന സഹോദരന്മാരെ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ധീരത നോക്കൂ. ഏതെങ്കിലും ഒരു മുശ്രിക്കെങ്ങാനും എന്നെ തൊടാൻ വന്നാൽ ബഖർതു ബിഹി ബത്നഹു, അവന്റെ വയറ് ഞാൻ ഇതുകൊണ്ട് കുത്തിക്കീറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട് നന്നായി ചിരിക്കുകയാണ്.
അവിടുന്ന് നന്നായി ചിരിച്ചു എന്നാണ് ഹദീസിൽ പറയുന്നത്. ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഹകൂ, നബി തങ്ങൾ ചിരിക്കുകയാണ്. ആ അവസരത്തിൽ മഹദി പറഞ്ഞൊരു വാചകമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, നമ്മുടെ കൂട്ടത്തിൽ വിശ്വാസം ഉറക്കാത്ത കുറെ ആളുകളിതാ നിങ്ങളെ വിട്ട് ഓടിപ്പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവരെയും അങ്ങ് കുത്തിയാലോ, അവരെയും അങ്ങ് ശരിപ്പെടുത്തി കളഞ്ഞാലോ, എന്താ നിങ്ങൾ അഭിപ്രായമെന്ന്? അതേ, ആണത്തമില്ലാത്ത ആണുങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പെണ്ണായ ഞാൻ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അങ്ങനെ ആണത്തമില്ലാത്ത ചില ആണുങ്ങള്, ഉറപ്പില്ലാത്ത ചിലരിവിടെ നിങ്ങളെ വിട്ട് പിന്തിരിഞ്ഞോടാൻ നിൽക്കുന്നുവെങ്കിൽ അവരെയും അങ്ങ് ശരിപ്പെടുത്തിയാലോ എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ ഉമ്മു സുലൈം, ഇന്നല്ലാഹ ഖദ് കഫാ വഅഹ്സൻ, അല്ലാഹ് തന്നെ വേണ്ടത് ചെയ്യും ഉമ്മു സുലൈമേ, വേണ്ട, അല്ലാഹ് തന്നെ കാര്യങ്ങളൊക്കെ നന്നാക്കിക്കൊള്ളും എന്ന് മുസ്ലിം റളിയല്ലാഹു അൻഹയോട് പറയും. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ പിന്തിരിഞ്ഞോടുന്ന വിശ്വാസം ഉറപ്പില്ലാത്ത ആൾക്കാരുണ്ടായി എന്നതൊരു നിമിത്തമായി. അങ്ങനെ ഈ ഇവിടെ നിന്ന് ഓടിപ്പോയ ആളുകളൊക്കെ, ഈ ഹുനൈനിൽ നിന്ന് ഓടിപ്പോയ ശത്രുക്കളൊക്കെ പിന്നെ പോയതെങ്ങട്ടാ? ത്വായിഫിൽക്കാ പോണത്. ത്വായിഫ് പണ്ടേ ഒരു ഇസ്ലാമിന്റെ ശത്രു കേന്ദ്രമാണ്. അറിയില്ലേ ചരിത്രം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മയുടെ ബന്ധുക്കളുള്ള അമ്മാമന്മാര് താമസിക്കുന്ന മേഖലയാണ് ത്വായിഫ്. പണ്ടെന്നോ ഇസ്ലാമികമായി ദഅവത്തിന് വേണ്ടി പോയപ്പോൾ, അതേ പ്രതീക്ഷയോടുകൂടി ആ നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ കുടുംബാംഗങ്ങളും മറ്റുള്ളവരും അല്ലാത്തവരും ഒക്കെ തെണ്ടി പിള്ളേരെ വിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എറിഞ്ഞ് രക്തം പൊട്ടി അവിടുന്ന് ഓടിപ്പോരേണ്ടി വന്ന സ്ഥലമാണ് ത്വായിഫ്. അവിടുത്തേക്കാണ് ശത്രുക്കൾ മുഴുവനും നീങ്ങിയിരിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യവും വിട്ടില്ല, അവരെ പിന്തുടരുന്നു, ത്വായിഫിലേക്കും പടനയിക്കുന്നു. ത്വായിഫിൽ പോയിട്ട് ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലാത്ത ശക്തമായ നിലക്കുള്ള കല്ലുകൊണ്ടുണ്ടാക്കിയ ആയുധങ്ങൾ വരെ പ്രയോഗിച്ചു എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന വലിയ അഹങ്കാരം തോന്നിയിരുന്ന ആളുകൾക്ക് പോലും മനസ്സിലായി മുഹമ്മദിനോട് ഇനി എതിരിട്ടിട്ട് കാര്യമില്ല. അങ്ങനെ ത്വായിഫിലുള്ള ആളുകളും ഇസ്ലാമിന് കീഴടങ്ങിയ ചരിത്രമുള്ളത്. അങ്ങനെ ത്വായിഫുകാരും ഇസ്ലാമിന്റെ വക്താക്കളായി, ഇസ്ലാമിന് അഭിമാനമായി എന്ന നിലക്ക് ത്വായിഫിൽ വല്ലാത്തൊരു ഇസ്ലാമിക മുന്നേറ്റം. അതെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് പറഞ്ഞില്ലേ, അതേ അവരെ ഞാൻ നശിപ്പിക്കട്ടെയോ എന്ന്. അതേ മലക്ക് വന്നുകൊണ്ട്, പർവ്വതങ്ങളുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ നിന്ന് ഏറുകൊണ്ട് തോട്ടത്തിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ചോദിച്ചില്ലേ, അവരെ ഞാൻ കീഴ്മേൽ മറിച്ചിട്ട് നശിപ്പിക്കട്ടെയോ നബിയേ? അങ്ങയുടെ അനുവാദമുണ്ടെങ്കിൽ റബ്ബിന്റെ ഓർഡർ ഉണ്ട്, എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ചപ്പോ വേണ്ട, അവരെ കൊല്ലണ്ട, അവരെ മുച്ചൂടും നശിപ്പിക്കണ്ട, അവരുടെ ഭാവി തലമുറയിൽ നിന്ന് ഒരു ടീമെങ്ങാനും ഇസ്ലാമിലേക്ക് വന്നാൽ അല്ലാഹുമ്മ ഹ്ദി ലിഖൗമി, എന്റെ നാട്ടുകാർക്ക്, എന്റെ ജനതക്ക് നീ പുറത്തു കൊടുക്കണേ, നീ ഹിദായത്തിലാക്കണേ അല്ലാ. ഫഇന്നഹും ലാ യഅലമൂൻ, അവരെന്നെ എറിഞ്ഞോടിച്ചത്, എന്നെ ഉപദ്രവിച്ചത് അവർക്ക് വിവരമില്ലാഞ്ഞിട്ടാണ് അല്ലോ. അന്നത്തെ ദുആ കണ്ടോ? അന്ന് നശിപ്പിക്കപ്പെട്ടുവെങ്കിൽ അവിടെ ആളുണ്ടോ? അവിടെ ആളുകളുണ്ടോ? അന്ന് നശിപ്പിക്കപ്പെടാതെ വിട്ടുപോയ ത്വായിഫിൽ എന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടയൊരുക്കം നടത്തിയിട്ട് ശക്തമായി ഇസ്ലാമിന് വലിയ വേരോട്ടമുണ്ടായി. ത്വായിഫിലുള്ള ആളുകളും ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വരുന്നു. അപ്പോ അറേബ്യൻ മുശ്രിക്കുകളും മുസ്ലിമീങ്ങളും തമ്മിൽ നടന്ന അവസാന യുദ്ധമായിരുന്നു ഈ ഹുനൈൻ യുദ്ധം. ആദ്യം നടന്ന യുദ്ധം ഏതാ? ബദർ. അറേബ്യൻ മുശ്രിക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളും തമ്മിൽ നടന്ന ആദ്യ യുദ്ധം ബദർ യുദ്ധമാണെങ്കിൽ, ഏറ്റവും അവസാനം അറേബ്യൻ മുശ്രിക്കുകളും മുസ്ലിമീങ്ങളും തമ്മിൽ നടന്ന പോരാട്ടത്തിൽ അവസാനത്തത് ഹുനൈൻ ത്വായിഫ് യുദ്ധങ്ങളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ ത്വായിഫിൽ നിന്നും മടങ്ങിയെത്തിയതിന്റെ ശേഷം ഗനീമത്ത് സ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം നടത്തുകയാണ്. ഏതായി ഗനീമത്ത്? ഹുനൈനിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ധാരാളക്കണക്കിന് ഗനീമത്ത്. മുമ്പൊരിക്കലും കിട്ടിയിട്ടില്ലാത്തത്ര വലിയ സമ്പത്താ കിട്ടിയത്. ആടുകളുണ്ട്, മാടുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്, ഒക്കെ മുസ്ലിമീങ്ങൾക്ക് കിട്ടി. പുരുഷന്മാര് ബന്ദികളായി പിടിക്കപ്പെട്ടു, തീർന്നില്ല, അവരുടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ബന്ധനത്തിലായി. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളാണ്. ആ നിലക്കുള്ള ആടുമാടൊട്ടകങ്ങളും സമ്പത്തും സൈന്യങ്ങളും ഒക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? ഗനീമത്ത് വീതിക്കാൻ തുടങ്ങുകയാണ്. ഗനീമത്ത് വീതിക്കുമ്പോ ഗനീമത്തിന്റെ വലിയൊരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുവിശ്വാസികൾക്കാണ് കൊടുക്കുന്നത്. പുതുവിശ്വാസികൾക്ക് കൊടുക്കണം. വല്ലാത്തൊരു പരീക്ഷണമാണത്. നമ്മൾ മനസ്സിലാക്കണം. സഹാബത്തിന്റെ ക്ഷമയും അവരുടെ ഈമാനികമായ ദാർഢ്യതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹുനൈനിൽ കിട്ടിയ വലിയ സമ്പത്ത് ബഹുഭൂരിപക്ഷവും വിതരണം നടത്ത ആർക്ക്?
ആർക്ക് മക്കം ഫത്ഹിൽ ജയിച്ചടക്കിയിട്ട് നബിന്റെ കൂടെ അല്പകാലമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പോന്ന ആളുകൾക്ക് ധാരാളം കൊടുക്കുന്നത്, ധാരാളം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൊടുക്കാൻ കാരണം പറഞ്ഞു. എന്താ? ഇവരിപ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ, ഇവരെ ഇസ്ലാം ഒന്ന് ഉറക്കാൻ നല്ലതാ, ഇവരുടെ ഈമാൻ ഒന്ന് കൂടാൻ നല്ലതാ, അവരുടെ ഹൃദയം ഒന്നും കൂടിയും ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത വല്ലവരുണ്ടെങ്കിൽ അവരൊന്നും കൂടി ഇതിലേക്ക് കടന്നു വരാനും ഇസ്ലാമിൽ അവരുടെ വിശ്വാസം ഒന്ന് ഉറക്കാനും ഒക്കെ നല്ലതാണ് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ പലർക്കും വാരിക്കോരി കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ഉദ്ദേശം ഫലം കണ്ടു. കാരണം അങ്ങനെ മുസ്ലിമൊന്നും ആയിട്ടില്ലാതെ ശരിക്ക് വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത കൂട്ടത്തിലുണ്ടായിരുന്നു സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു. അദ്ദേഹമൊക്കെ പറയാണ്, ലഖദ് അഅ്താനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ അഅ്താനി വഇന്നഹു ലാ അബ്ഗദു الناس ഇലയ്യ ഫമാ ബരിഹ യുഅ്തീനി ഹത്താ ഇന്നഹു ലാ അഹബ്ബു الناس ഇലയ്യ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, സഫ്വാൻ എന്ന് പറയുന്ന അന്നതെ ആ മനുഷ്യൻ പറഞ്ഞു, ലഖദ് അഅ്താനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് വാരിക്കോരി തന്നു, എനിക്ക് ഒരുപാട് തന്നു. മാഅ്താനി, എനിക്ക് തന്നതൊക്കെ എന്റെ നബി എനിക്ക് തന്നു. വഇന്നഹു ലാ അബ്ഗദു الناس ഇലയ്യ, എനിക്കേറെ ജനങ്ങളിൽ വെറുപ്പുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു മുഹമ്മദ്, ഞാനേറെ വെറുത്തിരുന്ന ആളായിരുന്നു മുഹമ്മദ്. പക്ഷേ ഫമാ ബരിഹ യുഅ്തീനി, എനിക്കിങ്ങനെ അദ്ദേഹം തന്നുകൊണ്ടിരുന്നു. ഹത്താ ഇന്നഹു ലാ അഹബ്ബു الناس ഇലയ്യ, എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് പിന്നെ അദ്ദേഹമായി തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ തന്ത്രം അത് ഫലിച്ചു. ചിലർക്ക് അങ്ങനെ കൊടുത്താൽ, എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അവരുടെ വിശ്വാസം ഒന്ന് ഉറക്കും, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ആ സക്കാത്തിന്റെ അവകാശികളെ ഖുർആൻ എണ്ണിയത് 8 ആളുകളെയല്ലേ? സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആളുകളെ എണ്ണിയത് 8 വിഭാഗത്തെയല്ലേ? ആ 8 വിഭാഗം സൂറത്തു തൗബയിൽ അല്ലാഹു തആല ഇന്നമസ് സദഖാതു ലിൽ ഫഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ എന്ന് അല്ലാഹു തആല 8 ആളെ എണ്ണി. അതിൽ ഫുഖറാഉ മിസ്കീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് അതിനുവേണ്ടി പണിയെടുക്കുന്ന ആൾ, അതൊക്കെ പറഞ്ഞതിന്റെ ശേഷം പറഞ്ഞത് വൽ മുഅല്ലഫതി ഖുലൂബുഹും, ഇസ്ലാമിലേക്ക് ഹൃദയം ഇണക്കപ്പെട്ടവർ, ഇണക്കപ്പെടേണ്ടവർ എന്നും അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ അടുത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ, അവന് സക്കാത്തിന്റെ സ്വത്തിൽ നിന്ന് കൊടുത്ത അവന്റെ ഇസ്ലാം ഒന്ന് ഉറക്കും. അല്ലെങ്കിൽ ആ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വന്ന് വായിച്ചും കേട്ടും പഠിച്ചൊക്കെ മനസ്സിലായിട്ട് ഒരാളിങ്ങനെ ഇസ്ലാം തരക്കെടില്ല എന്നിങ്ങനെ തോന്നി നിൽക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്തു കൊടുത്താൽ ഇസ്ലാമിലേക്ക് വരും. അങ്ങനെ തോന്നുന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുടെ വിശ്വാസം ഉറക്കാനും വരാൻ വേണ്ടി ഇങ്ങനെ അടുത്തെത്തി നിൽക്കുന്ന അമുസ്ലിമീങ്ങൾക്കും ആ വകുപ്പിൽ സക്കാത്തിൽ നിന്നൊരു വിഹിതം കൊടുക്കാം. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗനീമത്ത് സ്വത്ത് വീതിച്ചപ്പോഴും ആ തന്ത്രം പ്രയോഗിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചതുപോലെ ഇങ്ങനെ കൊടുത്തപ്പോ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആദ്യം അവർ അങ്ങനെയാണ് കടന്നു വന്നതെങ്കിലും പിന്നീട് അവർക്ക് പണത്തോട് മോഹമില്ലാതായി. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച് എന്തിന് പണം എന്ന നിലക്ക് സർവ്വസമ്പത്തും അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അതേ സദഖ കൊടുത്ത മഹാന്മാര് വരെ അന്ന് വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത ഈ ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലർക്കും ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ടേണിംഗ് പോയിന്റ് ചിലപ്പോ ചെറിയൊരു കാരണമാവും, പിന്നെ അതിലൂടെ വന്നിട്ട് പിന്നെ അവരണ്ട് ഉറക്കും. പാരമ്പര്യ മുസ്ലിമീങ്ങളെ കാണാൻ അവര് പിന്നെ ഉഷാറായിരിക്കും. അതാണ് ലോക ചരിത്രം, അതാണ് ലോകം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നോക്കൂ, ഈ വിതരണത്തിൽ ചിലർക്കൊക്കെ അതൃപ്തി തോന്നി. അത് സ്വാഭാവികമാണല്ലോ, സ്വാഭാവികമല്ലേ? അത് കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒപ്പം നിന്നവർക്ക് അതേ കൊടുക്കുന്നില്ല, അവർക്കൊക്കെ ചെറിയ രൂപത്തിലേ കൊടുക്കുന്നുള്ളൂ. ഇന്നലെ കയറി വന്നവർക്ക് ധാരാളം റസൂലുള്ള വാരിക്കോരി കൊടുക്കുന്നു. ആർക്കായാലും മനസ്സിലൊരു വിഷമുണ്ടാവൂലേ? വിഷമുണ്ടായി. അൻസാരികളായ ചില സ്വഹാബിമാരുടെ മനസ്സിൽ വരെ അത് തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉതി റജുല വഅദഉ റജുൽ, അല്ലാഹനെ തന്നെയാണ് സത്യം, ഞാൻ ചിലർക്ക് കൊടുക്കും ചിലർക്ക് കൊടുക്കൂല കേട്ടോ. വല്ലദീ അദഉ അഹബ്ബു ഇലയ്യ മിനല്ലദീ അഅതാ, അതെ ഞാൻ ആർക്കാണോ കൊടുത്തത് അവനേക്കാൾ ഞാൻ കൊടുക്കാത്തവനോടായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് നിങ്ങൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറയാ, ഞാൻ ചിലർക്ക് കൊടുക്കും ചിലർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. കൊടുക്കാത്തത് ഇഷ്ടമല്ലായിട്ടാണ് നിങ്ങൾക്ക് തോന്നരുത്, കൊടുക്കാത്തവനോടായിരിക്കും എനിക്ക് കൊടുത്തവനുള്ളതിനേക്കാൾ ഇഷ്ടം. നിങ്ങൾ മനസ്സിലാക്കണം.
എന്ന് നബി തങ്ങൾ ആശ്വസിപ്പിക്കുന്നു. മാത്രമല്ല വലാകിൻ ഉഅ്തി, ചിലപ്പോ ഞാൻ ചില ആളുകൾക്ക് കൊടുക്കുന്നത് ലിമാ റാഫി ഖുലൂബിഹിം മിനൽ ജസഇ വൽ ഹലഇ, അവരുടെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥതയും ബേജാറുമൊക്കെയുള്ള ആളുകളുണ്ട്. ഇസ്ലാം അങ്ങനെ ഉറച്ചിട്ടില്ല. അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ അവർ മുർത്തദ്ദായി പോകാൻ സാധ്യതയുണ്ട്. അവരാരും നരകത്തിൽ പോകാൻ കാരണമാകരുത്. അവർക്കും കിട്ടണം സ്വർഗം. ഇപ്പേരിൽ മാത്രം അവരാരും പോയിക്കൂടാ. അതുകൊണ്ട് അവരുടെ മനസ്സിനെ ഒന്ന് ഇണക്കാൻ വേണ്ടിയും ഞാൻ കൊടുക്കും. വാകിലു അഖ്വാമൻ ഇലാ മാ ജഅലല്ലാഹു ഫീ ഖുലൂബിഹിം മിനൽ ഗിനാ വൽ ഖൈർ. അതേ അവസരത്തിൽ കുറെ ആളുകൾക്ക് ഞാൻ കൊടുക്കൂല. കാരണം എന്താ? അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ നല്ല ധൈര്യമുള്ളവരാണ്, നല്ല ഈമാനുള്ളവരാണ്, വളരെ നല്ല മനസ്സിന്റെ ഉടമകളുണ്ട്, അതെനിക്കറിയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിക്കുകയാണ്. മാത്രല്ല പിന്നെയും അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞു, അവരുടെ മനസ്സിനെ ഇണക്കാൻ വേണ്ടിയാണ്. അതേ ഇപ്പൊ കുഫ്റിന്ന് കയറി വന്ന ഇന്നലെ വന്ന പൊതുവിശ്വാസികൾക്കും ഞാൻ കൊടുക്കുന്നത് അതിനു വേണ്ടിയാണ്. പിന്നെയും അവിടുന്ന് പറഞ്ഞു, ഇന്നീലമുഴുത്തിറജുൽ, ഞാൻ ചില ആളുകൾക്ക് കൊടുക്കുക തന്നെ ചെയ്യും. അവനേക്കാൾ എനിക്കിഷ്ടം ഞാൻ കൊടുക്കാത്ത ആ വ്യക്തിയോടായിരിക്കും. പക്ഷേ ഞാൻ ഇയാൾക്ക് എന്തിനാ കൊടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ തിരിച്ചു പോകും, അയാൾ നരകത്തിയിൽ പെടുമല്ലോ, അയാൾ നരകക്കാരനായി പോകുമല്ലോ. ഒരാളെങ്കിലും സ്വർഗത്തിലെത്തണം, എന്റെ ഉമ്മത്തിലെ ഒരാളും നരകത്തിലെത്തരുതെന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി അധ്വാനിക്കുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവലോകത്തിനും നന്മ വരണം, ഒരാളും നരകത്തിലെത്തരുതെന്ന് ആശിക്കുന്ന മഹാനായ കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവന് വേണമെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നോട്ടെ എന്നല്ല, കൊടുത്തിട്ടെങ്കിലും അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ ഒരാളെങ്കിലും നരകത്തിൽ പെടാതെ പോകുമല്ലോ എന്ന കാരുണ്യത്തിന്റെ മനസ്സുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അങ്ങനെ ഇതൊക്കെയാണെങ്കിലും ഇതൊക്കെ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പറയാൻ കാരണമുണ്ട്. കാരണം ചില സഹാബികളൊക്കെ കുശുകുശുക്കാൻ തുടങ്ങിയെന്നാണ്. റസൂൽ കേൾക്ക പറഞ്ഞില്ല. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, അൻസാരികളൊക്കെ പരസ്പരം പറയാൻ തുടങ്ങി, ചിലരൊക്കെ കുശുകുശുക്കാൻ തുടങ്ങി. ഇദാ കാനത്ത് ശിദ്ദതു ഫനഹ്നു ദുആ, പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമ്പോ നമ്മളെയാണ് വിളിക്കാറുള്ളത്. നല്ല ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉള്ള കാലത്ത് നമ്മളാ ഒപ്പം നിന്നത്, അന്ന് നമ്മളെയാണ് എല്ലാത്തിനും വിളിക്കപ്പെട്ടത്. എന്നാൽ ഗനീമത്ത് ധാരാളം വന്നു നോക്കുമ്പോ കൊടുക്കുന്നതൊക്കെ നമ്മളല്ലാത്തവർക്കുമാണ്. ഇതെന്ത് നീതിയാണ്? ഇത് ശരിയായില്ല. പ്രയാസമുള്ള കാലത്തൊക്കെ ഒപ്പം നിൽക്കാൻ നമ്മളെ ഉണ്ടായുള്ളൂ. ഇപ്പൊ ഒരുപാട് സമ്പത്തൊക്കെ കൈവന്ന് ഒരുപാട് ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് നോക്കുമ്പോ കൊടുക്കണതൊക്കെ അവർക്കാ എന്ന് വരെ സ്വാഭാവികമായും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുന്ന വികാരം, ഒരു തോന്നൽ മനസ്സിലുണ്ടായി. അവര് പരസ്പരം സ്വകാര്യമായി പങ്കുവെക്കാനും തുടങ്ങിയപ്പോ ഫബലഗഹു ദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാതിൽ ആ വിവരമെത്തി. ഫജമഅഹും ഫീ ഖുബ്ബത്തിൻ, ഒരു ചെറിയ സ്ഥലത്ത്, ഒരു ചെറിയ കൂടാരത്തിലേക്ക് അൻസാരികളെ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു, യാ മഅ്ശറൽ അൻസാർ, ഓ അൻസാരികളെ, മാ ഹദീസുൻ ബലഗനി അൻകും, എന്താ ഞാൻ ഈ കേട്ടത്? എന്താണ് നിങ്ങളെക്കുറിച്ച് ഞാൻ ഈ കേട്ടത്? നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? നിങ്ങൾ അങ്ങനെ സംസാരിച്ചുവോ? എന്റെ അൻസാരികളെ, എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? ഫസക്കതൂ, ഒരൊറ്റ അൻസാരി സഹോദരനും മിണ്ടുന്നില്ല. നബിതങ്ങൾ പറഞ്ഞത് നിഷേധിക്കാൻ പോകുന്നില്ല, മിണ്ടുന്നില്ല, മൗനം പാലിച്ചിരിക്കുകയാണ്. ആ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, യാ മഅ്ശറൽ അൻസാർ, ഓ അൻസാരികളുടെ സമൂഹമേ, അമാ തർലൗന അൻ യദ്ഹബന്നാസു ബിദ്ദുനിയാ വതദ്ഹബൂന ബിമുഹമ്മദിൻ തഹൂസൂനഹു ഇലാ ബുയൂതികും. അമാ തർലൗന, ഓ അൻസാറുകളെ, നിങ്ങൾക്ക് തൃപ്തിയില്ലേ? നിങ്ങൾ തൃപ്തിപ്പെടൂലേ? അൻ യദ്ഹബന്നാസു ബിദ്ദുനിയാ, ആളുകളൊക്കെ ദുനിയാവും കൊണ്ട് പോകട്ടെ, ആളുകളൊക്കെ ദുനിയാവും കൊണ്ട് പോയിക്കോട്ടെ. വതദ്ഹബൂന ബിമുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവ് മുഹമ്മദ് കൂടെയില്ലേ? തഹൂസൂനഹു ഇലാ ബുയൂതികും, ആ റസൂലുള്ളാഹിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് പോകുന്നതല്ലേ നിങ്ങൾക്ക് തൃപ്തി? അവരൊക്കെ മുതലും കൊണ്ടുപോകുന്നു,
നിങ്ങൾ എന്നെയും കൊണ്ടല്ലേ നിങ്ങളെ വീട്ടിലേക്ക് പോണത്, ഞാനില്ലേ നിങ്ങളെ കൂടെ, നിങ്ങൾ എന്റേതല്ലേ, ഞാൻ നിങ്ങളുടേതല്ലേ? വളരെ സ്നേഹത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോ സ്വഹാബത്തൊന്നടങ്കം പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതെ. റളീനാ റളീനാ റളീനാ, അവർ പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, അതെ, ഞങ്ങൾക്ക് പ്രവാചകരെ അങ്ങ് മതി, ഞങ്ങൾക്ക് മുതൽ വേണ്ട, ഞങ്ങൾക്ക് സമ്പത്ത് വേണ്ട, അങ്ങ് മതി ഞങ്ങൾക്ക്, ഞങ്ങളുടെ കൂടെ അങ്ങുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാ മുതല്? അതേ, ഞങ്ങൾക്ക് അങ്ങയെയും കൊണ്ട് തിരികെ പോകാൻ സാധിക്കുന്നു മദീനയിലേക്ക്, ഞങ്ങളുടെ കൂടെ തന്നെയാണല്ലോ അങ്ങ് വരിക. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നുകൊണ്ട് പിന്നെയും പറഞ്ഞു, അൻസാരികളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനും നിങ്ങളുമായുള്ള ഹൃദയത്തിന്റെ അടുപ്പം നിങ്ങൾ അറിയണം. ലൗ സലകന്നാസു വദിയൻ വസലകത്തിൽ അൻസാറു ശിഅബൻ ലാ ഖദതു ശിഅബൽ അൻസാർ, ജനങ്ങളൊക്കെ ഒരു സൗകര്യമുള്ള താഴ്വരയിലേക്ക് പ്രവേശിക്കുകയും വസലകത്തിൽ അൻസാറു ശിഅബ, ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള ഒരു മലമ്പ്രദേശത്തേക്ക്, താഴ്വരയിലേക്ക് പ്രദേശത്തേക്ക് അൻസാരികൾ അങ്ങോട്ടാണ് പോയതെങ്കിൽ ലാ ഖദതു ശിഅബൽ അൻസാർ, അൻസാരികൾ പോയയിടത്തെ മുഹമ്മദ് ഉണ്ടാവുകയുള്ളൂ, നിങ്ങളുടെ കൂടെ മാത്രമേ ഞാൻ ഉണ്ടാവുകയുള്ളൂ, മറ്റെല്ലാവരെക്കാളും എനിക്ക് വേണ്ടപ്പെട്ടവര് നിങ്ങൾ തന്നെയാണ്, ആരാരുമില്ലാത്ത കാലത്ത് എനിക്ക് അഭയം നൽകിയവരാണ്, എന്റെ സ്വഹാബത്തിനെ സഹായിച്ചവരാണ്, അൻസാറുകളാണ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളായ സമൂഹത്തെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് സംസാരിക്കുന്നു. എല്ലാവർക്കും തൃപ്തിയായി, എല്ലാവർക്കും തൃപ്തിയായി. അള്ളാന്റെ റസൂലിന്റെ ചോദ്യം എന്താ? നിങ്ങൾക്ക് എന്തിനാടാ മുതൽ? ഞാനില്ല നിങ്ങൾക്ക് എന്നാ ചോദിച്ചു. പച്ച മലയാളത്തിൽ നമ്മളെ പ്രയോഗം പറഞ്ഞ അങ്ങനെ, നിങ്ങൾക്ക് എന്തിനാ മുതൽ? ഞാനില്ല നിങ്ങൾക്ക് എന്നാ ചോദിച്ചു. അതെ അതെ അതേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല, അവന് ഏറ്റവും വേണ്ടപ്പെട്ടവൻ ഞാനായി തീരുവോളം, അവന്റെ എല്ലാത്തിനേക്കാളും, മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും ഞാനൊരാൾക്ക് ഇഷ്ടപ്പെട്ടവനായി തീരുവോളം അയാൾ മുഅ്മിനല്ല. അക്ഷരാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ സ്നേഹിച്ചവരാണ്. അതുകൊണ്ടാണ് ആ വർത്തമാനം കേട്ടപ്പോ അവരങ്ങ് അടങ്ങി വല്ലാതെ കരയാൻ മാത്രം മനസ്സ് വളർന്നത്. നമ്മളാണെങ്കിൽ എന്താ പറയാ, ഉള്ളിൽ പറയും, ആ വക സോപ്പൊന്നും ഇടണ്ട, ആ വക രൂപത്തിലുള്ള വർത്താനം കൊണ്ടൊന്നും കാര്യമില്ല, മുതൽ തന്നേ പറ്റൂ. പറഞ്ഞില്ല. അവരുടെ ഈമാൻ ഉറപ്പാണ്, അവർക്ക് റസൂലുള്ളാഹിനെയാണ് വേണ്ടത്, ആ മഹബ്ബത്താണ് വേണ്ടത്, അവിടുത്തെ കൂടെ നാളെ സ്വർഗത്തിലെത്തുകയാണ് വേണ്ടത്. അങ്ങനെ ആശിച്ച് മോഹിച്ച് നടക്കുന്ന അവർക്ക് ഭൗതികമായ ഒരു മോഹവും അവരെ തീണ്ടിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രശ്നം പരിഹരിച്ചു. അപ്പോഴും കൂട്ടത്തിലൊക്കെ ചിലർ ചാടി എണീറ്റ് മുഹമ്മദ് നീതി പാലിക്കണം എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊല്ലട്ടെ ഞാൻ അവനെ എന്ന് ചോദിച്ചു. വേണ്ട, കൊല്ലണ്ട, അവനങ്ങനെ പറഞ്ഞോട്ടെ, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ ആരാ നീതി പാലിക്കാന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ടി വന്നു. പ്രവാചകൻ ആരെയും കൊല്ലാൻ സമ്മതിച്ചില്ല. നബി മുഹമ്മദ് അവന്റെ അനുയായികളെ തന്നെ വിജയത്തിന്റെ അഹങ്കാരം കിട്ടിയപ്പോ കൊന്നു നുറുക്കുന്നു എന്ന് ആളുകൾ പറയും. വേണ്ട, ഒന്നും പ്രശ്നമല്ല, സാരല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെയൊക്കെ പരിഹരിക്കുകയാണ്. മാത്രമല്ല, അങ്ങനെ ഗനീമത്ത് സ്വത്തൊക്കെ വീതിച്ചു, സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഓരോരുത്തർക്ക് വീതിച്ചു കൊടുത്തു, പട്ടാളക്കാർക്കൊക്കെ. അങ്ങനെ വിതരണമൊക്കെ കഴിഞ്ഞ ശേഷം ഹവാസിനിൽ നിന്ന് വലിയൊരു സംഘം വരുന്നു. ആരാ ഹവാസിൻ? ഹുനൈൻ യുദ്ധത്തിന് നേതൃത്വം നൽകിയിരുന്ന മാലിക് ബിൻ ഔഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം. മാലിക് ബിൻ ഔഫ് വന്നിട്ടില്ല. അവിടുന്നുണ്ട് വലിയ ഒരു ടീം. പരാജയപ്പെട്ടു പോയ ആളുകൾ ഇങ്ങനെ തിരിച്ചു വരുന്നു. എല്ലാവരും വന്നിട്ട് നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ അതാ വിശ്വസിച്ച് ഇസ്ലാം സ്വീകരിക്കുന്നു. ഇസ്ലാം സ്വീകരിച്ചിട്ട് അവർ റസൂലുള്ളാഹിനോട് ആവശ്യപ്പെടുന്നു, ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത മുതലും ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മടക്കി തരണം. ഇതാണ് അവരുടെ ആവശ്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടും കൂടി തരാൻ പറ്റൂല, ഒന്നുകിൽ സ്വത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധിക്കപ്പെട്ട ആളുകൾ, ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ബന്ധിക്കപ്പെട്ട കുട്ടികളെയും മക്കളെയും പെണ്ണുങ്ങളെയൊക്കെ കിട്ടിയാൽ മതി. അവരെ തെരഞ്ഞെടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായി? ആ സഹാബത്തിനോട് നിർബന്ധിക്കാൻ വകുപ്പുണ്ട്, ഇതൊക്കെ വീതിച്ചു കൊടുത്തില്ലേ?
തിരിച്ചു കൊടുക്കുക എല്ലാവരും ഒന്ന് കൽപ്പനാസ്വരത്തിൽ പറയാമായിരുന്നു നബിക്ക്. നബി പറഞ്ഞ ആരും അനുസരണക്കേടൊന്നും പറയില്ല. പക്ഷേ അതിലൂടെയും ഒരു പാഠം അവിടുന്ന് പഠിപ്പിക്കുന്ന മഹാനായ നേതാവ്, ലോകത്തിനൊരു വലിയ പാഠം നൽകുന്ന മഹാനായ നേതാവ് ഇവിടുന്ന് നിർബന്ധിക്കുന്നില്ല സഹാബിമാരോട് അഭിപ്രായം ചോദിക്കുകയാണ്. ഇതാ ഇവര് മുസ്ലിമീങ്ങളായി വന്നിരിക്കുന്നു, നമ്മൾ എന്താ ചെയ്യണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇന്ന ഇഖ്വാനകും ഹൗലായി ജാഊന തായിബീന വ ഇന്നി അറദ്തു അൻ നറുദ്ദ ഇലൈഹിം സബിയഹും ഫമൻ അഹബ്ബ മിൻകും അൻ യതീബ ദാലിക ഫൽയഫ്അൽ വമൻ അഹബ്ബ അൻ യകൂന അലാ ഹദ്ദിഹി ഹത്താ നുഅതിയഹു ഇയ്യാഹു മിൻ അവ്വലി മാ യഫീഉല്ലാഹു അലൈനാ ഫൽയഫ്അൽ. എന്താ പറഞ്ഞതിന്റെ ചുരുക്കം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബിമാരെ, നമ്മുടെ സഹോദരങ്ങൾ ഇതാ തൗബ ചെയ്തുകൊണ്ട് നമ്മിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവരൊക്കെ മുസ്ലിമീങ്ങളായി കൊണ്ട് മടങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് അവരിൽ നിന്ന് ബന്ദികളായി പിടിച്ചവരെ തിരിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം, അങ്ങനെ തിരിച്ചു കൊടുക്കാൻ നിങ്ങളിൽ മനസ്സുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അങ്ങനെ മനസ്സുണ്ടാവണം. നിർബന്ധിക്കാൻ എനിക്ക് വകുപ്പില്ല, കാരണം നിങ്ങൾക്ക് തന്ന മുതലാ, നിങ്ങളുടേതാ സ്വത്ത്. ഇനി നിങ്ങൾ കൊടുത്താൽ നല്ലത്, എനിക്ക് പറയാനേ പറ്റുള്ളൂ. ഒരു റെക്കമെൻഡ് ശഫാഅത്ത് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട്. നോക്കണം, നിങ്ങൾ ഇങ്ങനത്തെ ഒരു നേതാവിന് ലോകത്ത് കാണും. കൊടുക്കണം മുതൽ ഞാനാ പറയണതെന്നല്ല പറയാം. അധികാരസ്വരം, സ്വേച്ഛാധിപതികൾ, വലിയ ആളുകൾ, കൂടിയാലോചന ഇല്ലാത്തവർ, അങ്ങനെയല്ലേ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞില്ല. എന്റെ അഭിപ്രായം എങ്ങനെയാണ്? അവർക്ക് കൊടുക്കണം എന്നാണ് ഞാൻ ആശിക്കുന്നത്. നിങ്ങളൊക്കെ അഭിപ്രായം എന്താ? കൊടുത്താൽ നല്ലതായിരുന്നു, നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതായിരുന്നു നല്ലത്. നിർബന്ധിക്കാതെ പറയുന്നു. ഇനി അതല്ല, കിട്ടിയത് അങ്ങനെ തന്നെ കയ്യിൽ വെക്കണം എന്ന് തോന്നുന്നുവോ അങ്ങനെയും ചെയ്യാം, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ അവിടുന്ന് പഠിപ്പിച്ച മഹാന്മാരല്ലേ. ഫഖാലന്നാസു, ജനങ്ങളൊന്നടങ്കം പറഞ്ഞു, തയ്യബന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മനസ്സറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതാ അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. എല്ലാം തിരിച്ചു കൊടുത്തു. നോക്കണം, അങ്ങനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും ഇസ്ലാമിലേക്ക് കടന്നുവരികയാണ്. അവസാനം ഹവാസിനിന്റെ നേതാവായി ഹുനൈനിൽ പടയൊരുക്കത്തിന്റെ നായകനായി വന്നിരുന്ന മാലിക് ഇബ്നു ഔഫ്, അദ്ദേഹം വന്നിട്ടില്ല. അങ്ങോട്ട് വന്നവരോട് ചോദിച്ചു, എന്താ മാലിക്കിന്റെ വർത്താനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചറിഞ്ഞു. മാലിക്കിന്റെ നിലപാടെന്താന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നാട്ടുകാർ പറഞ്ഞു, ചെറിയൊരു ഇളക്കുണ്ട്, കുറച്ച് മുതലൊക്കെ കൊടുത്താൽ വലിയ വിഷമത്തിലാണ്, ഒരുപാട് സമ്പത്തൊക്കെ പോയതിൽ, കുറച്ച് തിരിച്ചു കൊടുത്താൽ വരാനുള്ള വകുപ്പുണ്ട്. ഇത് കേട്ടതിലപ്പുറം അള്ളാന്റെ റസൂലിന് സന്തോഷമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചു, ചെല്ല് മാലിക്കിനെ കാണ്. 100 ഒട്ടകത്തെ കൊടുത്തയച്ചു, പറഞ്ഞയച്ചു. ഒരാള് മുസ്ലിമാകല്ലേ, ഒരാള് നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുകയല്ലേ. അതേ, ഒരാളും നരകത്തിയിലെത്തരുതെന്ന നസീഹത്തുള്ള നേതാവ്, ലോകത്ത് വന്ന നേതാക്കളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആള് പറഞ്ഞേക്കുന്നു, മാലിക്കിനോട് സംസാരിപ്പിക്കുന്നു. അദ്ദേഹം വരുന്നു, ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാകുന്നു. ഇസ്ലാമിന് വമ്പിച്ച സേവനങ്ങൾ പിൽക്കാലത്ത് ചെയ്യുന്നു. ഒരുപാട് ധനം ഇസ്ലാമിന്റെ മാർഗത്തിൽ വാരിക്കോരി മഹാനവറുകൾ കൊടുക്കുന്നു. സമ്പത്ത് ഇസ്ലാമിന്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിച്ചുകൊണ്ട് ഒരു ധീരനായ സഹാബിയായിക്കൊണ്ട് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നു. നോക്കണം, ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിന്റെ വിശാലതയുടെ ഗുണഫലങ്ങൾ. റഹ്മത്തുൽ ലിൽ ആലമീൻ. അതെ, അവിടുന്ന് എല്ലാത്തിലും നേതാവാണ്, എന്തിനും മാതൃകയാണ്. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രശ്നങ്ങളിലൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്തി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രത്തിൽ നിന്നും നമ്മൾ പകർത്തിയെടുക്കേണ്ടത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങൾ ധാരാളമായി അറിയുകയും അവിടുത്തോടുള്ള മഹബത്തിനെ കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കുകയും അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമികമായ വിശ്വാസാചാര അനുഷ്ഠാന സമ്പ്രദായ സ്വഭാവങ്ങളിൽ ജീവിതത്തിൽ വലിയ പ്രയോഗത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവിടുത്തോടുള്ള മഹബത്ത് നിലനിർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു നൽകുന്ന ഒരവസ്ഥയിലേക്ക് നാം മാറാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.